നാളത്തെ ഫൈനലോടുകൂടി ഇപ്രാവശ്യത്തെ IPL അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വർഷത്തിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. അടുത്ത വർഷം മെഗാ ഓപ്ഷനാണ്. 3 വർഷം കൂടുമ്പോഴാണ് മെഗാ താരലേലം നടക്കുന്നത്. ടീമിലെ എല്ലാ താരങ്ങളും മറ്റൊരു ടീമിലേക്ക് ചേക്കേറും. ഒരു ടീമിൽ 4 താരങ്ങളെ മാത്രമേ നിലനിർത്താൻ സാധിക്കൂ. രാജസ്ഥാൻ ടീമിൽ ആരെയൊക്കെ നിലനിർത്തും, ആരെയൊക്കെ റിലീസ് ചെയ്യും? രാജസ്ഥാന്റെ റീറ്റെയിൽ ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു ടീമിലെ 4 താരങ്ങളെ നിലനിർത്താൻ സാധിക്കും. ഒരു താരത്തെ RTM കാർഡ് വഴി വാങ്ങാൻ സാധിക്കും. അതായത് ഇപ്പോഴുള്ള ടീമിൽ അടുത്ത പ്രാവശ്യം 5 പേര് ഉണ്ടായിരിക്കും. ബാക്കിയുള്ളവർ ഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ടീമിലേക്ക് തിരിച്ചെത്തൂ. ലേലത്തിൽ മറ്റു ടീമുകൾക്കും വാങ്ങാൻ സാധിക്കും. RTM കാർഡ് ഉണ്ടെങ്കിൽ ഒരു താരത്തെ മറ്റു ടീമുകൾ ലേലത്തിൽ വാങ്ങിച്ചാലും തിരിച്ചു പിടിക്കാൻ സാധിക്കും. രാജസ്ഥാൻ ടീമിൽ 4 താരങ്ങളെ മാത്രം റിട്ടേൺ ചെയ്യാൻ പാടാണ്. കാരണം ഒരുപാട് മികച്ച താരങ്ങളുണ്ട്. ഇതിൽ നിന്ന് 4 താരങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുക ടാസ്ക്കാണ്. സഞ്ജുവിനെ ലേലത്തിലേക്ക് വിടുമോ അതോ റീറ്റെയിൻ ചെയ്യുമോ? ഇപ്പോൾ ചില ടീമുകൾ വലിയ താരങ്ങളെ ലേലത്തിലേക്ക് വിടുകയാണ്. ശേഷം അവിടെ നിന്ന് കുറച്ച് പൈസയ്ക്ക് ടീമിലേക്ക് തിരിച്ചു വിളിക്കും. ഇങ്ങനെ ചില ടീമുകൾ ചെയ്യാറുണ്ട്. അടുത്ത പ്രാവശ്യം രോഹിത് ശർമ്മയും ധോണിയും ഒക്കെ ലേലത്തിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ട്. എന്നിട്ട് കുറച്ച് പൈസയ്ക്ക് തിരിച്ചു വിളിക്കും. ഇതുപോലെ സഞ്ജുവിനെ ലേലത്തിലേക്ക് വിടുമോ എന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. നിലവിൽ രാജസ്ഥാന്റെ സാധ്യത റീറ്റെയിൽ ലിസ്റ്റ് നോക്കിയാൽ സഞ്ജു സാംസൺ, ജയ്സ്വാൾ, റിയാൻ പരാഗ്, ബട്ട്ലർ ഈ 4 താരങ്ങളെ രാജസ്ഥാൻ നിലനിർത്തും. ഇനി RTM കാർഡ് വഴി ട്രെന്റ് ബോൾട്ടിനെ രാജസ്ഥാൻ വിളിച്ചെടുക്കും. ഈ 5 താരങ്ങൾ ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം രാജസ്ഥാൻ ടീമിൽ ഉണ്ടായിരിക്കും. ചഹലെ, അശ്വിൻ, ധ്രുവ് ജുറൽ, ഷിമ്രോൻ ഹെർമർ, റോമാൻ പവൽ, ആവേശ് ഖാൻ തുടങ്ങിയ താരങ്ങളൊന്നും രാജസ്ഥാൻ ടീമിൽ ഇനി ഉണ്ടായിരിക്കില്ല. രാജസ്ഥാൻ ടീം അടിമുടി മാറാൻ പോവുകയാണ്. അടുത്ത പ്രാവശ്യം ലേലത്തിൽ പുതിയ താരങ്ങളായിരിക്കും രാജസ്ഥാൻ ടീമിൽ വരാൻ പോകുന്നത്. അപ്പോൾ രാജസ്ഥാൻ ടീം നിലനിർത്തേണ്ട 4 താരങ്ങൾ ആരൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.